എല്ലാവർക്കും നമസ്കാരം. സ്പിരിച്വാലിറ്റി 1111 എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കോവിഡൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കണ്ണിക്കേടും എല്ലാം വന്നു. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് എണീക്കാറായത്. ഇന്ന് നമ്മൾ മറ്റൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ലളിതാ സഹസ്രനാമം. എല്ലാവരും കേട്ടിട്ടുണ്ട്, എല്ലാവരും ചൊല്ലുന്നതായിരിക്കാം അല്ലേ? അമ്മ ലളിതാംബികയുടെ 1000 നാമങ്ങൾ. അമ്മ ലളിതാംബികനെ നമ്മൾ പല പല പേരുകൾ വെച്ച് വർണ്ണിക്കുന്നതിനെയാണ് ലളിതാ സഹസ്രനാമം എന്ന് നമ്മൾ പറയുന്നത്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമദ്വിത. ഇങ്ങനെയാണത് പോകുന്നത്. നമ്മൾ ആ ഒരു ടോണിലും ആ ഒരു വൈബ്രേഷനിലുമാണ് അത് വായിക്കേണ്ടത്. അതല്ലാതെ പതുക്കെ വായിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഈ ലളിതാ സഹസ്രനാമം വായിക്കുന്നത് കൊണ്ടും ചൊല്ലുന്നത് കൊണ്ടും എന്താണ് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ? ഓഫ് കോഴ്സ് നമുക്ക് പ്രോസ്പെരിറ്റി, വെൽത്ത്, നമ്മുടെ ശത്രുക്കൾ നമ്മളിൽ നിന്ന് തന്നെ അകന്നു പോകും. അങ്ങനെയൊക്കെയാണ് പറയുക. ശത്രുക്കൾ തന്നെ അകന്നു പോകും. മല പോലെ വന്ന പ്രശ്നങ്ങൾ എലി പോലെ പോകുന്നൊക്കെയാണ് പറയുന്നത്. ദേവിയുടെ ഭക്തരെ നോവിക്കുന്നവരെ ദേവി അവർക്കുള്ള ശിക്ഷ തക്കതായി കൊടുക്കും എന്നുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് ഈ ലളിതാ സഹസ്രനാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോസ്പെരിറ്റിക്കും വെൽത്തിനും ഒരുപാട് നല്ലതാണ്. നമ്മളെ ശത്രുക്കളിൽ നിന്ന് അകറ്റാനും, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും നമ്മളറിയാത്ത കുറേ ബന്ധങ്ങളിൽ ഇപ്പോൾ നമ്മൾ പെട്ട് കിടക്കുന്നുണ്ടാവും. അതായത് നമുക്കറിയില്ല ഇവരൊക്കെ നല്ല ഫേസസ് ആണോ, അത് അങ്ങോട്ട് തിരിഞ്ഞ് നമ്മളെപ്പറ്റി കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലളിതാ സഹസ്രനാമം വായിക്കുന്നത് കൊണ്ട് മറ്റൊരു ഗുണം കൂടി നമ്മുടെ ജീവിതത്തിലുണ്ട്. ദേവിയുടെ ഈ നാമം 6 മാസം എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച നമ്മുടെ ഉദ്ദിഷ്ട കാര്യം, ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വേണ്ട ആഗ്രഹം എന്താണോ അത് നടന്നു കിട്ടും എന്നാണ് പ്രമാണം. അത് ദേവി നടത്തിത്തരും. ദേവിയെ 6 മാസം എല്ലാ ദിവസവും നമ്മൾ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ അത് നടത്തിത്തരും, നമ്മുടെ ആഗ്രഹം നടത്തിത്തരും എന്നാണ് പറയുന്നത്. ഞാനൊക്കെ പൊതുവേ ചൊവ്വ വെള്ളി ദിവസങ്ങളിലെങ്കിലും ചൊല്ലാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇനി അതും പറ്റാത്തവരാണെങ്കിൽ അമ്പലത്തിൽ ദേവീക്ഷേത്രങ്ങളിൽ പോകുമ്പോഴെങ്കിലും അതൊന്ന് വായിക്കുക. നമ്മൾ ദേവീക്ഷേത്രത്തിൽ പോയിരുന്നിട്ട് നമ്മൾ ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ അതിന് ഡബിൾ പവറാണ്. അപ്പോൾ നമ്മൾ അതെങ്കിലും നമ്മൾ ചെയ്യണം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ എന്തായാലും വായിക്കണം. എല്ലാ ദിവസവും വായിക്കാൻ വെച്ചാൽ അത്ര നല്ലതാണ്. ചൊവ്വയും വെള്ളിയും വായിക്കാൻ പറ്റുന്നവരത് ചെയ്യുക. അതും പറ്റിയില്ലെങ്കിൽ ദേവീക്ഷേത്രങ്ങളിൽ ദർശിക്കുന്ന സമയത്തെങ്കിലും അതൊന്ന് പ്രാർത്ഥിച്ചാൽ നല്ലതായിരിക്കും. കാരണം ഇത് ചൊല്ലുമ്പോൾ നമുക്ക് മാത്രമല്ല, നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ളവർക്കും കൂടി നല്ലതാണ്. മനസ്സിലായോ? അവരുടെ ആരോഗ്യത്തിനും അവരുടെ ആയുസ്സിനും ഒരുപാട് നല്ലതാണ് ഈ ലളിതാ സഹസ്രനാമം എന്നുള്ളത്. അപ്പോൾ ദേവിയെ സ്തുതിക്കുക എല്ലാ ദിവസവും 6 മാസം അടുപ്പിച്ച്. ഇപ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ വേറെ പ്രശ്നങ്ങളുമില്ല. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ അശുദ്ധി എന്നുള്ള സംഭവമുണ്ട്. ആ സമയത്ത് ചൊല്ലാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ഇതിൻ്റെയൊക്കെ അതായത് ഈ ദേവി ഉപാസനയുള്ളൊരു വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ നമുക്ക് സ്വയം നമ്മൾ അശുദ്ധിയായി ഇരിക്കുകയാണ് എന്ന് നമുക്ക് സ്വയം തോന്നുകയാണെങ്കിൽ, അതായത് നമ്മൾ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അശുദ്ധിയായി ഇരിക്കുകയാണ്, നമ്മുടെ ശരീരം നല്ലതല്ല ഈ സമയത്ത് എന്ന് നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മളത് ചെയ്യാൻ നിൽക്കരുത്. അതല്ല, നമ്മൾ പീരീഡ്സ് ആയിരിക്കുമ്പോഴും അത് ഒരു പ്രകൃതിയുടെ ഇതാണ്, പ്രകൃതിയുടെ ഓരോ കളികളാണ്. ആ സമയത്ത് അമ്പലത്തിൽ പോകാനും ഞാൻ ചെയ്യുന്നതിൽ വലിയ തെറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ, അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ഇപ്പോൾ എന്താ, അത് പ്രകൃതിയുടെ ഓരോ ഇതല്ലേ, അതിന് നമ്മൾ അമ്പലത്തിൽ പോകാതിരിക്കേണ്ട കാര്യം എന്താ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ലളിതാ സഹസ്രനാമം ചൊല്ലാം. അതല്ല, നമ്മൾ സ്വയം അശുദ്ധീകരിക്കുകയാണ്, നമ്മളെല്ലാം കൊണ്ട് അശുദ്ധീകരിക്കുകയാണെന്ന് തോന്നുവാണെങ്കിൽ ചൊല്ലരുത് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഇത് ഞാൻ പറഞ്ഞതല്ല, നല്ലൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞതാണ്. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് പൂജിക്കുന്ന ഒരാൾ പറഞ്ഞതാണ്. കൊടുങ്ങല്ലൂരമ്മയുടെ
പൂജിക്കുന്ന ഒരു നമ്പൂതിരി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ദേവീക്ഷേത്രത്തിൽ പൂജിക്കുന്ന നമ്പൂതിരി, ചോറ്റാനിക്കരയിലും കൊടുങ്ങല്ലൂരും മാറി മാറി നിൽക്കുന്ന ആളാണ്, പറഞ്ഞൊരു കാര്യമാണ്. അതായത് നമ്മൾ സ്വയം അശുദ്ധിയെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് ചെയ്യരുത്. അതല്ല, പീരീഡ്സ് ആയിരിക്കുമ്പോഴാണെങ്കിൽ അത് പ്രകൃതിയുടെ ഓരോ മാറ്റങ്ങളാണ്. അപ്പം നമ്മൾ അശുദ്ധിയായിട്ടല്ല, അതിനെനിക്ക് അമ്പലത്തിൽ പോകുന്നതിനോട് ഞാൻ യോജിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ അത് ചൊല്ലാം. മനസ്സിലായോ? പക്ഷെ ഞാൻ പൊതുവേ അത് ചെയ്യാറില്ല. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ലളിതാ സഹസ്രനാമം കേൾക്കാറുള്ളൂ, ചൊല്ലാറില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇനി പീരീഡ്സ് ആയ സമയത്ത് ഇത് ചൊല്ലാത്ത ആൾക്കാരാണെങ്കിൽ, അതായത് ഇത് ചൊല്ലുന്നില്ല, ഞാൻ അശുദ്ധിയാണ് എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ 7ാമത്തെ ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം ചൊല്ലി തുടങ്ങാം. അത്രയേ ഉള്ളൂ, കൂടുതൽ അതിനകത്തില്ല. 6 മാസം, 6 തൊട്ട് 7 മാസം വരെ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ദേവി നടത്തി തരും എന്നാണ് ശാസ്ത്രം.